ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ആഴ്ചയിൽ ഇതുപോലെ ഒരു ദിവസം ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഷെഫീന തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊന്നും പറയാൻ മറക്കരുത്. അപ്പോൾ ഇതാ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതാ ചായ കൊടുക്കുകയാണ്. പൊറാട്ടയും കറിയുണ്ട്, ബീഫ് കറി ഉണ്ട്. അപ്പോൾ അവർ ചോക്ലേറ്റ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഒരാൾക്ക് ബീഫ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവനത് കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ മോളുടെ കൈമ്മ മൈലാഞ്ചി ഇട്ടത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മൈലാഞ്ചി ഇടാനും നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ അവർക്ക് വന്നപ്പോൾ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ സ്ട്രോബെറി ജെല്ലി ഫ്ലേവറുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഉണ്ട്. അപ്പോൾ അത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറിന് പകരം നിങ്ങൾക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു കപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു പാക്കറ്റ് സെറ്റാണ്. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിതാ ഇതുപോലത്തെ പാക്കറ്റാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കണം.
ഇത് കസ്റ്റാർഡ് പൗഡർ ഭയങ്കര മധുരം കുറവാണ് കേട്ടോ, തീരെ ഷുഗർ ഇല്ലാത്ത കസ്റ്റാർഡ് പൗഡറാണ്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ. അധികം തിക്കാവാൻ പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പാല് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് മധുരം ഓവറൊന്നല്ല, പാകത്തിന് മധുരം തന്നെ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കൺസിസ്റ്റൻസി മതിയാവും നമുക്ക്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആ പാക്കറ്റിലുണ്ടായിരുന്ന ഫിംഗേഴ്സാണ് കേട്ടോ. പിന്നെ ഇത് ചെറുതാണ്, അപ്പോൾ ഇത് തികയില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ വലുത് മേടിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ. അപ്പോൾ അതുണ്ട്, സ്പോഞ്ച് ഫിംഗേഴ്സാണ് ഇത്. അപ്പോൾ അതാ ഇതുപോലെ ഒരു ട്രേയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഈ ഫിംഗേഴ്സ് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ഞാനിത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ചൂട്ടോടെ തന്നെ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാൻ ഡിന്നറിനുള്ള കറി റെഡിയാക്കുകയാണ്. വെള്ളരിക്കയും പരിപ്പും കൂടിയിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അന്ന് ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് റെഡിയാക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പാകത്തിന് ഇത് വേവിക്കാനുള്ള വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാനിതിവിടെ ആദ്യം 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പരിപ്പിന് വേവ് കുറവാണ്. പിന്നെ ഇതാ തേങ്ങ ഉണ്ട്, തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിതാ ഇതുപോലെയാണ് അരച്ചെടുക്കാറ്. എൻ്റെ കയ്യിൽ ചിരവൊന്നുമില്ല, അപ്പം ഇതാണ് എനിക്ക് എളുപ്പം ഒന്നുകൂടി. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ആദ്യം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് മിക്സിയുടെ ജാറിൽ പേസ്റ്റാക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇത്ര തേങ്ങ നമുക്ക് ആവശ്യമില്ല, ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഭാഗം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. ഇനി ബാക്കിയുള്ളതിൽ ഞാൻ ഇതേപോലെ നമ്മുടെ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പരിപ്പ് ഇവിടെ 2 വിസിലായപ്പോൾ ഇതാ ഏകദേശം ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളരിക്ക ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒറ്റ വിസിലിൽ സ്റ്റോപ്പ് ചെയ്യണം. ഒരു വിസിലാവുമ്പോൾ എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിലിന് ശേഷം നമ്മുടെ പരിപ്പും വെള്ളരിക്കയും കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളരിക്ക അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിനുള്ള വേവന്നെ ഉള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മൈലാഞ്ചിട്ടത് കൊടുന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി തിളച്ച് വരരുത് കേട്ടോ, ഒന്ന് പതയാനേ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ, അധികം എരിവൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ സൈഡായിട്ട് ഉണക്കമീനാണ്, മുള്ളൻ മീൻ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ബീഫ് റോസ്റ്റും പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ നമ്മുടെ ഉണക്കമീനും റെഡി ആയിട്ടുണ്ട്. Show your hand, please. അപ്പോൾ അവർക്ക് ഡിന്നറിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗ്ഗി ബ്രെഡ് മതി എന്നാണ് പറഞ്ഞത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എഗ്ഗി ബ്രെഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒക്കെ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. Friday, Sunday, January, February, March, April, May, June, July, August, September, October, November. Stop! You can't do that. Yes, you can. No, like hold it for. No, you can hold this hand. What? No, you're not. Thank you, mommy. Thank you, mommy. Ramla, mommy. Ramla, mommy. Ramla, mommy. അവൾക്ക് ചെറിയ വന്നിട്ട്. അപ്പോൾ അവർ പോവാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഞാൻ പുഡിങ് വേഗം എടുത്തു കൊടുക്കുകയാണ്, സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതൊരു ടെൻഷനാവും. അപ്പോൾ ഞാനത് വേഗം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവർക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് മൾട്ടായി കിട്ടുന്നേ ഉള്ളൂ, പക്ഷേ ഇതുപോലെ ക്രഞ്ചി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടമായത്. ഫിംഗേഴ്സ് ഇങ്ങനെ ഇടയിൽ ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മക്കളെല്ലാവരും അവിടെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. Thank you for the pudding, Auntie Ramla. Make sure to like and subscribe and comment. No, this is like Thank you for the food, Auntie Ramla. Make sure to like and subscribe. Bye. അപ്പോൾ അവർ പോവാണ് കേട്ടോ. അപ്പോൾ ബായ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൻറ്റി വീഡിയോ പിടിക്കുമെന്ന് പറയാണ്. Okay, bye. Hopefully we'll see you soon. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.